ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളാണ്. സാഹചര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട വ്യക്തികളും ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയത് സിസ്റ്റർ ഷീബ ജോർജ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: അമിതവണ്ണ ചികിത്സയ്ക്ക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബൈബിളിൽ നിന്ന് ആര് വരും? ഉത്തരം ഇതാണ്: എഗ്ലോൺ, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: ഒരു ത്വക്കുരോഗ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് ബൈബിളിൽ നിന്ന് ആര് ആദ്യം വരും? ഉത്തരം ഇയ്യോബ്. അടുത്ത ചോദ്യം ഇതാണ്: വിഷാദ രോഗ ചികിത്സയ്ക്ക് ബൈബിളിൽ നിന്ന് ആര് ആദ്യം വരും? ഉത്തരം ഏലിയാവ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്: ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് ബൈബിളിൽ നിന്ന് ആര് ആദ്യം വരും? ഉത്തരം പത്രോസിൻ്റെ അമ്മായിയമ്മ, പനി ബാധിച്ചതിനാൽ. അടുത്ത ചോദ്യം: വന്ധ്യത ചികിത്സയ്ക്ക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബൈബിളിൽ നിന്ന് ആര് വരും? ഉത്തരം സാറ, ഹന്ന, എലിസബത്ത്. അടുത്ത ചോദ്യം: നേത്രവിഭാഗ ചികിത്സയ്ക്ക് വേണ്ടി പുതിയ നിയമത്തിൽ നിന്ന് ആരാണ് വരുന്നത്? ഉത്തരം ബർത്തിമായി. അടുത്ത ചോദ്യം: ഒരു കണ്ണാശുപത്രി ഉണ്ടെങ്കിൽ ബൈബിളിൽ നിന്ന് ആദ്യം ആരവിടെ ചികിത്സയ്ക്ക് വരും? ഉത്തരം ഇസ്ഹാക്ക്. അടുത്ത ചോദ്യം ഇതാണ്: സംസാരശേഷി കുറവുള്ളവരെ പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ ബൈബിളിൽ നിന്നും ആദ്യം അവിടെ പഠിക്കാൻ ആര് വരും? ഉത്തരം മോശ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: ഒരു ജിംനേഷ്യം തുടങ്ങുകയാണെങ്കിൽ അവിടെ പഠിക്കാൻ ഏറ്റവും മിടുക്കനായ ബൈബിളിലെ വ്യക്തി ആരായിരിക്കും? ഉത്തരം ശിംശോൻ. അടുത്ത ചോദ്യം: ഒരു മെഡിക്കൽ സ്റ്റോറിൽ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുന്നത് അത്തിപ്പഴക്കട്ടയാണെങ്കിൽ അവിടെ ആദ്യം വരുന്നത് ആരായിരിക്കും? ഉത്തരം ഹിസ്കിയാവ്. യെശയ്യാവിൻ്റെ പ്രവചനം 38-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അണലി വിഷത്തിന് ട്രീറ്റ്മെൻ്റ് ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ബൈബിളിൽ നിന്നും അവിടെ ആദ്യം വരേണ്ടത് ആരാണ്? ഉത്തരം പൗലോസ്. അടുത്ത ചോദ്യം: ഈ ആശുപത്രിയുടെ അകത്ത് വരേണ്ട ആവശ്യമില്ല, ഒറ്റ വാക്ക് മതി രോഗി സൗഖ്യമാകുമെങ്കിൽ അവിടെ ആദ്യം വരുന്നത് ആരായിരിക്കും? ഉത്തരം ശതാധിപൻ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: എനിക്ക് കൊട്ടാരവുമുണ്ട്, ധനവുമുണ്ട്, ഞാൻ രാജഭോജനവും കഴിച്ചിട്ടുണ്ട്, പുല്ല് തിന്നിട്ടുണ്ട്, ഞാൻ ആരാണ്? ഉത്തരം നെബൂഖദ്നേസർ. അടുത്ത ചോദ്യം: എനിക്കൊരു ഫാൻസി സ്റ്റോർ ഉണ്ട്, അവിടെ ഒരു പെർഫ്യൂമിൻ്റെ വില 300-ലധികം വെള്ളിക്കാശാണെങ്കിൽ അതിൻ്റെ പേരും അത് വാങ്ങാൻ വരുന്ന ആളിൻ്റെ പേരും എന്തായിരിക്കും? ഉത്തരം പെർഫ്യൂമിൻ്റെ പേര് സ്വച്ഛ ജഡമാംസ തൈലം, വാങ്ങാൻ വരുന്നയാൾ മറിയ. അടുത്ത ചോദ്യം: ശിശു അംഗവൈകല്യ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് ആദ്യം ആര് വരും? ഉത്തരം മെഫിബോശെത്ത്. 2 ശമൂവേൽ 4-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാനൊരു ഫിനാൻസ് കമ്പനി നടത്തുന്നു, അവിടെ ഒരാൾ കടം വാങ്ങിയ തുക മറ്റൊരാൾ മടക്കിത്തരാമെന്ന് പറയുന്നു, ആരാണവർ? ഉത്തരം പൗലോസും ഒനേസിമോസും. ഫിലോമോന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഇന്നത്തെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ദൈവവചന പഠനത്തിനായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.